എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ ദിവ്യ ജോണിയെക്കുറിച്ചാണ്. ആ കുട്ടിയുടെ ചാനലൊക്കെ ഞാൻ പണ്ട് കണ്ടിട്ടുള്ളതാണ്. ഒരു രണ്ട് വാക്ക് എന്താണെങ്കിലും എപ്പോഴും മനസ്സിൽ ഈ ഒരു ഓർമ്മ, ആ കുട്ടിയുടെ മരണം, ഈ അടുത്ത് ആത്മഹത്യ ചെയ്തു എന്ന് വീണ്ടും ആ വാർത്ത നിങ്ങളെല്ലാവരും കണ്ടു കാണും. കുറച്ച് പേരൊക്കെ ഇപ്പോഴും ഓർത്തിരിപ്പുണ്ട്. കാരണം അതൊരു അസാധാരണ സംഭവമായിരുന്നു. സ്വന്തം കുഞ്ഞിനെ, 3.5 മാസം പ്രായമായ സ്വന്തം കുഞ്ഞിനെ തലേണ പില്ലോ വെച്ച് അമർത്തി കൊന്നു. അതിന് മുന്നേ ബക്കറ്റ് മുക്കി കൊല്ലാൻ നോക്കി. അത് കഴിഞ്ഞ് കൊണ്ടുവന്ന് നോർമലായപ്പോൾ ബക്കറ്റിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് കൂടെ കിടത്തി അതിനെ നല്ല ഭംഗിയായിട്ട് ഒരുക്കിയതിന് ശേഷം പില്ലോ വെച്ച് ശ്വാസം മുട്ടിച്ച് ആ കുഞ്ഞിനെ കൊല്ലുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു വാർത്തയൊന്ന് കേരളത്തിൽ ഒന്ന് ചർച്ച ചെയ്ത, വലിയ കൂടുതൽ അറ്റാക്കൊന്നും വന്നില്ല. പക്ഷേ ആ കുട്ടി യൂട്യൂബ് ചാനലിട്ടപ്പം തുടങ്ങിയപ്പം നീ കുഞ്ഞിനെയും കൊന്നിട്ട് വീണ്ടും ചാനലിൽ കൂടെ പൈസ ഉണ്ടാക്കാൻ വന്നിരിക്കുകയാണോ എന്നൊക്കെ ചോദിച്ച് ആൾക്കാർ അറ്റാക്ക് ചെയ്തായിരുന്നു. അത് സ്വാഭാവികമാണ്. പക്ഷേ ഇവിടെ എന്താണ് പറയേണ്ടതെന്ന് വെച്ചാൽ ആ കുട്ടിക്ക് അതൊരു രോഗാവസ്ഥയാണ്, ഡിപ്രഷൻ. അതിൻ്റെ അമ്മ ഓൾറെഡി ക്യാൻസർ വന്ന് മരിച്ചുപോയി. ആ സമയത്ത് അതിനൊരു ഡിപ്രഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അതിനെ വിവാഹം കഴിച്ച് കഴിഞ്ഞ് പ്രസവം കഴിഞ്ഞ് തന്നെ പ്രത്യേക സിറ്റുവേഷനിലൂടെ അതിന് വീണ്ടും പ്രസവം കഴിഞ്ഞ് സ്ത്രീകൾക്കുണ്ടാകുന്ന പോസ്റ്റ് പാർട്ടം എന്ന് പറയുന്ന ഒരു മാനസികമായ ഒരു പ്രശ്നമായിരുന്നു അത് തിരിച്ചറിയാതെ ഒരു കുഞ്ഞിനെ കൊന്ന അമ്മ എന്നുള്ള രീതിക്കാണ് അന്ന് ആ വാർത്ത വന്ന സമയത്ത് സമൂഹം ആ കുട്ടിയെ കണ്ടതെല്ലാവരും. അപ്പോൾ ആ കുട്ടിയെപ്പറ്റി പറയാനാണെങ്കിൽ, കൊല്ലം കുണ്ടറ സ്വദേശിയാണ്. കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MSc മാത്സിന് റാങ്ക് ഹോൾഡറാണ്. പിന്നെ BEd പഠിച്ചിട്ടുണ്ട്. അപ്പം അച്ഛൻ ഓട്ടോറിക്ഷക്കാരനാണ്. അച്ഛൻ്റെ പേര് ജോണി. അമ്മയും അച്ഛനും ആ കുട്ടി അടങ്ങുന്ന കുടുംബം. അതിൽ അമ്മയ്ക്ക് ക്യാൻസർ വന്ന് പെട്ടെന്ന് മരിച്ചുപോയി. അപ്പോൾ അതിന് ഒറ്റപ്പെടുന്ന ഒരു രീതി വരുമല്ലോ. എന്താണേലും പഠിച്ച് നല്ല നിലയിലെത്തി ആ കുടുംബം നോക്കണമെന്നുള്ള പ്രതീക്ഷയിൽ, റാങ്ക് ഹോൾഡർ എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാരപ്പെടുത്തമാണ്. അതുപോലെ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കൊച്ചിന് പെട്ടെന്ന് കിട്ടുന്ന ഒരു ഷോക്ക്. ആ ഷോക്കിൽ നിന്ന് ആ കൊച്ച് ഡിപ്രഷനിലേക്കാവുന്നു. പിന്നീട് അച്ഛന് സഹായിക്കണം എന്നുള്ള ഒരു രീതിക്ക് പഠിച്ചു വന്ന കൊച്ചാണ്. എന്നാൽ അതിന് പറ്റാത്ത ഒരവസ്ഥ. അത് കഴിഞ്ഞ് ഈ അമ്മയെ ചികിത്സിച്ചുകൊണ്ടിരുന്ന സമയത്ത് പരിചയപ്പെട്ട ഡോക്ടറാണ് ആ കുട്ടിയെ കല്യാണം കഴിക്കുന്നത്. ഡോക്ടർ കല്യാണം കഴിച്ച് ഡോക്ടറെ വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അവിടുത്തെ സിറ്റുവേഷൻ നേരെ തിരിഞ്ഞു. കാരണം പല കേസ് കിട്ടും, അങ്ങനെയാണല്ലോ. പെൺകുട്ടികൾ ഒരു വീട്ടിൽ പുതിയതായിട്ട് കയറി ചെല്ലുമ്പോൾ ഭാഗ്യമുള്ളവർക്കേ നല്ല അന്തരീക്ഷം കിട്ടുള്ളൂ. അല്ലാത്തവരൊക്കെ കിടന്ന് കൈകാലിട്ട് അടിക്കും. അത് നമുക്കറിയാം. കാലം എത്ര മാറിയാലും അതിന് വലിയ മാറ്റമൊന്നുമില്ല. തിരിച്ചുമുണ്ട് കേട്ടോ, മരുമക്കൾ ഉപദ്രവിക്കുന്നതുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. അപ്പോൾ ഏതായാലും ദിവ്യ ജോണിക്ക് അവിടെ അത്ര നല്ല അന്തരീക്ഷമല്ല കിട്ടിയത്. അപ്പം ഈ കുട്ടി പ്രസവം പെട്ടെന്ന് അങ്ങ് പ്രതീക്ഷിക്കാതെ ഈ കുട്ടി പ്രഗ്നൻ്റ് ആവുന്നു. കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ. അപ്പം തന്നെ പിന്നെ കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പം ഈ കുട്ടി ഓൾറെഡി ഡിപ്രഷനൊക്കെ മരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യുകയും ഉറക്കമില്ലായ്കയും എല്ലാം കൂടെ വരികയും പിന്നെ ഈ കുഞ്ഞിൻ്റെ കരച്ചിലും, കുഞ്ഞ് ഉറക്കാതിരിക്കുകയും, രാത്രി ഉറക്കമില്ല, പകലുറക്കമില്ല. അപ്പോൾ കുട്ടി സ്ലീപ്പിംഗ് പിൽസ് എല്ലാം കഴിക്കുന്നുണ്ട്. അപ്പം ഒന്നിനും ഉറക്കമില്ലാതെ എല്ലാം വന്നു. അപ്പോൾ ഈ കുട്ടി തന്നെ ചാരിറ്റി പ്രവർത്തകരെ ചിലരെയൊക്കെ ഫോൺ ചെയ്ത് അറിയിച്ചു. പിന്നെ പിങ്ക് പോലീസ് ലേഡീസാണല്ലോ, അവർ വന്നപ്പോഴും കണ്ടെത്തി പറയുന്നത് ഈ പെൺകുട്ടിക്ക്, ദിവ്യ ജോണിക്ക് കൊച്ചിനെ നോക്കാൻ താല്പര്യമില്ലാഞ്ഞിട്ടാണെന്ന് അവരും കണ്ടെത്തി. ആരും ഈ കുട്ടിക്ക് ഈ ഒരു ഡിപ്രഷൻ്റെ പോസ്റ്റ് മോർട്ടം എന്നൊരു രോഗാവസ്ഥയാണെന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. എല്ലാവരും ദിവ്യ ജോണിക്ക് ഈ കുഞ്ഞിനെ നോക്കാൻ താല്പര്യമില്ലാത്തതാണെന്നാണ് അവരും പറഞ്ഞിട്ട് പോയി. അപ്പോൾ പോലീസും ഇങ്ങനെ ആൾക്കാരും ഒക്കെ വന്നപ്പോഴത്തേക്കിന് ഭർത്ത വീട്ടുകാർ ഇതിനെ കൊണ്ടുപോയി അതിൻ്റെ വീട്ടിൽ നിർത്തി. അവിടെ കൊണ്ട് നിർത്തി കഴിയുമ്പോൾ എന്തുണ്ടായി, അവിടെ ആ ദിവ്യയുടെ അച്ഛന് ജോലിക്ക് പോകണ്ടേ ഇവരെ നോക്കണമെങ്കിൽ, ചിലവിന് കൊടുക്കാൻ. അങ്ങനെ വന്നപ്പം രാത്രിയും ഇല്ല പകലും എല്ലാം ഈ കൊച്ചും, പകലൊന്നും ഉറക്കവും ഇല്ല, രാത്രി ഉറക്കമില്ല. അങ്ങനെയായിട്ട് ഈ കൊച്ചുമായിട്ടുള്ള ഒരു മല്ലയുദ്ധം എന്ന് പറയുന്ന പോലെ ഇവർ തമ്മിൽ തന്നെ ഉള്ളൂ. ചില പിള്ളേർ നമ്മൾ അമേരിക്കക്കാരാ എന്ന് പറയല്ലേ. അതായത് ചില പിള്ളേരെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ പകൽ കിടന്ന് നല്ല ഉറക്കമായിരിക്കും. അമേരിക്ക എന്നുള്ള രീതിയാണ്. കാരണം ഇവിടെ രാത്രിയാകുമ്പോൾ അവിടെ പകലാണ്. അതുപോലെ രാത്രിയാകുമ്പോഴത്തേന് പിള്ളേർ തീരെ ഉറങ്ങത്തില്ലാതെ ഒരേ ലെവലിൽ കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഈ സിസേറിയനൊക്കെ കഴിഞ്ഞിട്ടൊക്കെ വരുന്ന സ്ത്രീകളുടെ അവസ്ഥ വളരെയധികം ബുദ്ധിമുട്ടാണ്. എന്താണെന്ന് ചോദിച്ചാൽ സ്റ്റിച്ചിൻ്റെയും സിസേറിയൻ്റെ വേദനയൊക്കെ ഉണ്ടാവും. ആ വേദനയും പിന്നെ ഉറക്കമില്ലായ്കയും വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മളെ അതുപോലെ ശ്രദ്ധിക്കുന്നവരായിട്ടുള്ള ഹസ്ബൻഡ് വേണം, അല്ലെങ്കിൽ അതുപോലെ ശ്രദ്ധിക്കുന്നവർ വേണം. ഇല്ലേ സ്ത്രീകളുടെ ഒരു അവസ്ഥ ദുരന്തമാണ്. ചിലർക്കൊക്കെ വളരെ മോശമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ആൾക്കാർ ഓരോ കമൻറ്റൊക്കെ നമുക്ക് ഈ വക വീഡിയോയുടെയൊക്കെ താഴെ വരുന്ന കമൻറ്റ് ശ്രദ്ധിച്ചറിയാം. ഈ വക ദുരന്തങ്ങളൊക്കെ ഒത്തിരി പേര് അനുഭവിക്കുന്നുണ്ട്. അപ്പം ദിവ്യ ജോണി അങ്ങനെ ആ അച്ഛൻ്റെ ഇതിൽ അങ്ങനെ കഴിഞ്ഞു പോകവേ ആ കുട്ടിക്ക് ഈ പറയുന്ന പോലെ എല്ലാം കൂടി അസുഖം കൂടി. അത് ആ കുട്ടി പറയുന്ന ഒന്ന് കേൾക്കാം.
അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3-3.5 മാസം എൻ്റെ ഉറക്കത്തിൻ്റെ കാര്യങ്ങൾ മൊത്തം ഇംബാലൻസ് ആയിപ്പോയി. അപ്പോൾ നിങ്ങളെല്ലാവരും ചോദിക്കും, ഇത്രയും നാൾ സ്ത്രീകളാരും പ്രസവിച്ചിട്ടില്ലേ, അവരാരും കുഞ്ഞുങ്ങളെ വളർത്തിയിട്ടില്ലേ എന്ന്. എൻ്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ അമ്മ മരണപ്പെട്ടതിന് ശേഷം എനിക്കൊരു ചെറിയ ഡിപ്രഷൻ പോലെ ഉണ്ടായിരുന്നു. പക്ഷേ അതത്ര നമ്മൾ കാര്യമാക്കുകയോ മരുന്ന് കഴിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് പോലുമില്ല. കുറച്ച് ഞാനങ്ങ് ഒതുങ്ങിപ്പോയ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. പിന്നീട് എൻ്റെ പ്രസവശേഷമാണ് ഈ ഉള്ള കാര്യങ്ങളൊക്കെ തലപൊക്കുന്നത്. അപ്പോൾ ഓൾറെഡി ബൈപ്പോളാറിൻ്റെ കുറച്ച് സിംറ്റംസ് ഉള്ള ഒരാൾക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വരാൻ വളരെയധികം എളുപ്പമാണ്. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ മരുന്ന് കഴിക്കുന്നതിൽ വീഴ്ചകൾ വരുത്തുകയും അതൊന്നും എടുത്തു തരാനോ കറക്റ്റായിട്ട് നമ്മളെ ട്രീറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനോ നോക്കാനോ ഒന്നുമുള്ള ആളുകളുടെ അഭാവം മൂലം, അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് സിസ്റ്റത്തിൻ്റെ അഭാവം മൂലം എൻ്റെ ഡിപ്രഷൻ എന്നുള്ള സ്റ്റേജ് വളർന്ന് സൈക്കോസിസ് ലെവലിലേക്ക് പോവുകയുണ്ടായി. ആ സൈക്കോസിസിൻ്റെ അങ്ങേ അറ്റത്തിൽ എത്തിയപ്പോൾ എൻ്റെ ഈ കൈകൾ കൊണ്ട് ഞാൻ എൻ്റെ കുഞ്ഞിനെ അപായപ്പെടുത്തുകയാണ് ഉണ്ടായത്. പക്ഷേ എനിക്ക് അതിനെക്കുറിച്ചൊന്നും യാതൊരു ബോധ്യവുമില്ല. ഒരു പോലീസ് സ്റ്റേഷനിലൊക്കെ എങ്ങനെ ഇരിക്കുന്നു എന്ന് പോലും എനിക്കറിയത്തില്ല. ഇപ്പോൾ ഈ നോർമലായിട്ടുള്ള ദിവ്യയെ ഒരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇരുത്തിയാൽ എൻ്റെ കൈയും കാലം വിറയ്ക്കും. അപ്പോൾ ദിവ്യ ഈ ഒരു സംഭവം, ഈ കുഞ്ഞിനെ കൊന്ന സംഭവം കഴിഞ്ഞ് ദിവ്യ തിരുവനന്തപുരത്ത് ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥ, നീ ഏത് കേസിലാണ് വന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ കൊലപാതകമെന്നൊക്കെ പറയുമ്പോൾ നീ എന്ന് പറഞ്ഞപ്പോൾ വളരെ പരുക്കനായിട്ട് ഇടപെട്ടെന്നൊക്കെയാണ് പറയുന്നത്. പിന്നീട് അവർ ഒരമ്മയുടെ സ്നേഹം ദിവ്യയ്ക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ദിവ്യ ഒരിക്കൽ പറഞ്ഞെന്നാണ് പറയുന്നത്, ഇതുപോലൊരു സ്നേഹം കിട്ടിയിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തില്ലായിരുന്നു. കാരണം ഇത്രയധികം പഠിക്കുന്ന മിടുക്കിയായ ഒരു കൊച്ചാണ്. ആ കൊച്ചാണ് മാനസിക നില തെറ്റി ആ ഒരവസ്ഥയിലേക്ക് പോകുന്നത്. അപ്പോൾ പ്രസവം കൂടെ കഴിയുമ്പോഴത്തേന് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്ന ഈ അസുഖം പല സ്ത്രീകൾക്കും ഉണ്ടാവാറുണ്ട്. പക്ഷേ കേരളത്തിലുള്ള ആൾക്കാർക്ക് അത് അത്രയ്ക്ക് അങ്ങോട്ട് അറിയത്തൊന്നുമില്ല. അത് കാരണം അതിനെ വളരെയധികം, അത് യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ അതിനെ വളരെയധികം നെഗറ്റീവ് കമൻ്റ് ഇട്ട് വേദനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ അത് ലൈവ് ഇട്ട് ചോദിച്ച കാര്യം പറയുന്നുണ്ട്. ലൈവ് ഇട്ടിട്ട് ഞാൻ ചോദിച്ചു, ഞാൻ മരിക്കാത്തതാണോ? എനിക്ക് സത്യം പറഞ്ഞാൽ ഈ നോർമലായിരിക്കുന്ന അവസ്ഥയിൽ എനിക്ക് മരിക്കാൻ പേടിയാണ്. അല്ലാത്തപ്പോൾ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, ഒരു 3-4 വട്ടം ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം വീണ്ടും എണ്ണങ്ങൾ ഇനിയും കൂടിക്കൊണ്ടിരിക്കും. എന്തായാലും മരിക്കാൻ ഭയമായതുകൊണ്ട് മരിക്കാൻ പറ്റത്തില്ല. എന്നാൽ ഈ പറയുന്ന നെഗറ്റീവുകളെല്ലാം കേട്ടുകൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നത് അത് അതിലും ദുഷ്കരവുമാണ്. അപ്പോൾ ആ കുട്ടി പറഞ്ഞു വെക്കുന്നതിൻ്റെ അകത്ത് നോർമലായിട്ടിരിക്കുമ്പോൾ ആ കുട്ടിക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നില്ല. എന്നാൽ നോർമൽ അല്ലാത്ത അവസ്ഥയിൽ ആത്മഹത്യക്ക് ഇനി ശ്രമിച്ചിട്ടുണ്ട്, ഇനിയും ശ്രമിച്ചുകൊണ്ടിരിക്കും എന്നൊരു വാക്ക് അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ഈ കുട്ടിയെ ഇപ്പം എല്ലാ കഥകളും അറിഞ്ഞുകൊണ്ട് കണ്ണൂരുള്ള ഒരാളാണ് കല്യാണം കഴിച്ചുകൊണ്ട് പോയത്. അപ്പം ഞാനൊരു കമൻറ്റ് കണ്ടു, അതിൻ്റെ അകത്ത് അവർ പറയുന്നത് ബസ്സിൽ എവിടെയോ യാത്ര ചെയ്യുമ്പോൾ ഈ കുട്ടിയെ ഈ അടുത്ത് കണ്ടു, ദിവ്യ ജോണിയെ കണ്ടു. അപ്പോൾ ദിവ്യ ജോണി വളരെ സുഖമാണ്, നല്ല സ്നേഹമുള്ള വീട്ടുകാർ, നല്ല ഹസ്ബൻഡ് എന്നെല്ലാം പറഞ്ഞത്. പക്ഷേങ്കിൽ എന്നിട്ടും ഈ മരുന്നുകളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കുട്ടി 2ാമത് പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം 4 മാസമോ അങ്ങനെ കണ്ടേ ആയിട്ടുള്ളെന്ന് തോന്നുന്നു. അപ്പോൾ അതിനിടയ്ക്ക് വീണ്ടും പ്രഗ്നൻ്റ് ആയി. ഇനി പ്രഗ്നൻ്റ് ആയതുകൊണ്ട് വീണ്ടും ഈ അസുഖം, ഈ മരുന്നൊക്കെ കഴിച്ചാലും ഈ അസുഖം വീണ്ടും ആ കുട്ടിക്ക് ഉണ്ടായതാണോ, അതോ ഇനി പഴയ കുഞ്ഞിനെ കൊന്നതിൻ്റെ കേസ് വിചാരണയ്ക്കൊക്കെ എടുക്കേണ്ട 19-ാം തീയതി എങ്ങാണ്ട് എടുക്കും. ഇനി അതിൻ്റെ ടെൻഷൻ കൂടി വീണ്ടും അസുഖമായതാണോ എന്താണെന്നൊന്നും അറിയത്തില്ല. എന്താണെങ്കിലും ആത്മഹത്യക്ക് വീണ്ടും ആത്മഹത്യക്ക് ശ്രമിച്ചു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അവിടുന്ന് മരിച്ചില്ല. അവിടുന്ന് അവർ കുറച്ച് ചികിത്സയൊക്കെ കഴിയുമ്പം ഡിസ്ചാർജ് ചെയ്യുമല്ലോ. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്ന് കിടക്കായിരുന്നു. പിന്നീട് ആത്മഹത്യ ചെയ്തല്ല ആ കുട്ടി ഇപ്പം മരിച്ചിരിക്കുന്നത്. അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞപ്പോൾ അറിഞ്ഞത് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു എന്നാണ്. അപ്പോൾ ഒന്നുമല്ലെങ്കിൽ ഈ വർഷങ്ങളായിട്ട് ഒത്തിരി മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ, അതും പിന്നെ മാനസികമായിട്ടുള്ള ടെൻഷൻ, ചിലപ്പം ഈ കുഞ്ഞിൻ്റെ കേസ് കയറി വരുന്നതിൻ്റെ ടെൻഷൻ ഒക്കെ സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല, വീണ്ടും അസുഖത്തിലേക്ക് പോയതായിരിക്കാം. പക്ഷേ ദിവ്യ ജോണിയുടെ പലരും അറിയാൻ വേണ്ടി പല ഇൻ്റർവ്യൂകളിലും എല്ലായിടത്തും പറഞ്ഞത് ഈ സ്ത്രീകളുടെ ഈ ഒരു മാനസികാവസ്ഥ, ഇതിലൂടെ കടന്നു പോകുന്ന സ്ത്രീകൾ ഒത്തിരി പേരുണ്ട്. അപ്പോൾ സമൂഹം അത് മനസ്സിലാക്കണമെന്ന് ആ കുട്ടി ആഗ്രഹിക്കുന്നുണ്ട്. ആ കുട്ടി അതിനു വേണ്ടി എപ്പോഴും എല്ലായിടത്തും ഇൻ്റർവ്യൂ കൊടുക്കുന്നിടത്തും എല്ലാം പറഞ്ഞിരിക്കുന്നത് അതാണ്.
ഒത്തിരി കമൻറ്റും ഈ ഒരു ഈ കുട്ടിയുടെ വീഡിയോയുടെ താഴെയൊക്കെ വരുന്ന പല സ്ത്രീകളുടെയും കമൻറ്റ് കേട്ടാലും നമുക്കറിയാം ഇതേപോലെ വളരെ ഇപ്പം ഒരു സ്ത്രീയുടെ ഒരു കമൻറ്റ് ഞാൻ കണ്ട, കുട്ടി ഉറങ്ങുകയില്ല, ഒരു വിധത്തിലൊന്ന് ഉറക്കാമെന്ന് വിചാരിച്ച് കുട്ടിയെ ഒന്ന് ഉറക്കി കഴിഞ്ഞിട്ട് ഒന്ന് ബാത്റൂമിൽ പോകുമ്പോഴത്തേന് പതുങ്ങി അമ്മായിമ്മ വന്നിട്ട് ആ കൊച്ചിനെ ഉറക്കം തെളിയിക്കുന്നു. ആ കമൻറ്റ് എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നേ ഇല്ല. എന്നിട്ട് ഭർത്താവിനോട് ചോദിക്കുകയാണ് അതിനെ എങ്ങനെയും കിടത്തി ഉറക്ക് എന്നും പറയുമെന്ന്. ആരും ഒരു സഹായമില്ലാതെ പ്രസവിച്ച ഒരു സ്ത്രീകളെ അവർക്ക് ആ സമയത്ത് ശരീരത്തിനും വലിയ ആരോഗ്യമില്ല. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവുള്ളൂ. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ഒരു കെയറിങ് സ്നേഹമൊക്കെ വേണ്ട ഒരവസ്ഥയിൽ ഏതായാലും പഴമക്കാർ പണ്ടൊക്കെ പ്രസവം കഴിഞ്ഞ് 3 മാസം സ്വന്തം വീട്ടിൽ നിൽക്കാനൊക്കെയുള്ള രീതി ഉണ്ടാക്കി വെച്ചത് ഇങ്ങനത്തെ കുറേ കാര്യം കൊണ്ട് ആ സമയത്തെങ്കിലും ഒരു കെയർ കിട്ടുമല്ലോ സ്വന്തം വീട്ടിലാകുമ്പോൾ. അതുകൊണ്ടായിരിക്കാം ശരീരരക്ഷയും മാനസികമായിട്ടും എല്ലാം സ്വന്തം വീട്ടിൽ നിൽക്കുന്നതാണ് ആ സമയത്ത് നല്ലത്. ഭർത്ത വീട്ടിലോട്ട് പോയി കഴിയുമ്പോൾ എല്ലാവരുടെയും കാര്യമല്ല അടച്ചാപേക്ഷിക്കുന്നില്ല കേട്ടോ, അടച്ചു പറയുന്ന കാര്യമല്ല, ചിലരുടെ കാര്യം ഇങ്ങനെയാണ്. അപ്പോൾ പലരുടെയും കമൻറ്റ് ചെയ്യുന്ന മനസ്സിലായി അമ്മായിയമ്മയുടെ പോരിന് അമ്മായിയമ്മ പതുക്കെ ചെന്ന് കൊച്ചിനെ ഉറക്കം തെളിയുക, കാരണം അത്രയും അവരെ ഉപദ്രവിക്കുന്ന ഒരു രീതിയാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ദിവ്യ ജോണി എല്ലാവരോടും പറഞ്ഞ് ബോധവൽക്കരണത്തിന് സ്വന്തം അനുഭവം പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തേച്ചാണ് ആ കൊച്ച് ആത്മഹത്യയിലേക്ക് തന്നെ വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു പറഞ്ഞ് ആ കൊച്ച് അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടേയിരുന്നു. ആർക്കും രക്ഷിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കമൻറ്റിൽ പറയുന്നുണ്ട് ഇപ്പോൾ കല്യാണം കഴിച്ച ഭർത്താവ് കൂടുതൽ ശ്രദ്ധിക്കണ്ടായിരുന്നു. പക്ഷേ അതൊന്നും പറ്റില്ല എന്നുള്ളതാണ്. ഇവരുടെ ഈ മാനസികാവസ്ഥയിൽ ഇവരെ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും അവർ ആ ഒരു അസുഖത്തിന് അടിമപ്പെട്ട് രോഗാവസ്ഥയിലേക്ക് നീങ്ങിക്കഴിയുമ്പോൾ അവർ കിണറ്റ് ചാടുക അല്ലെ അത് അവർ ചെയ്തിരിക്കും. അത് അവരെ എപ്പോഴും ഇങ്ങനെ നോക്കിയിരിക്കണം. വലിയ പാടാണ് ആ ഒരു കാര്യം. അവരെ അതിൽ നിന്ന് തടയാനൊന്നും പറ്റത്തില്ല. അതങ്ങനെയാണ്. അപ്പോൾ കുറേയെല്ലാം സ്നേഹിച്ച് മരുന്നും കൊടുത്ത് കുറേയെല്ലാം സ്നേഹത്തോടെ ഇടപെടുകയാണെങ്കിൽ ഓരോ സ്റ്റേജുണ്ട്. ആ സ്റ്റേജ് കഴിഞ്ഞ് ഈ കുട്ടിയുടെ അവസ്ഥയിൽ ലാസ്റ്റ് സ്റ്റേജ് എത്തിയെന്നുള്ളത് ആ കൊച്ചു തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റേജിലേക്ക് പോകാതെ പിടിച്ചു നിർത്താൻ സാധിക്കും. ഈ ഡിപ്രഷൻ സ്റ്റേജിൽ തന്നെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥയിലേക്കൊന്നും ആ കൊച്ചു പോകത്തില്ലായിരുന്നു. അപ്പോൾ ഏതായാലും ആദരാഞ്ജലികൾ ദിവ്യ ജോണിക്ക്. അല്ലാതെ എന്ത് പറയാൻ പറ്റും? നമുക്കൊക്കെ ഇങ്ങനെ ഈ കൊച്ചിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം, യൂട്യൂബ് ചാനൽ കണ്ടിട്ടുണ്ട്, എല്ലാം അറിയാം. അപ്പോൾ നമുക്ക് മനസ്സിൽ ഈ വാർത്ത അത് ആത്മഹത്യ ചെയ്തു, വീണ്ടും പ്രഗ്നൻ്റ് ആയിരുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ വളരെ ഒരു സങ്കടം. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.